എന്ന് ഞങ്ങൾ പോയിക്കോട്ടെ സിദ്ധു. ഞങ്ങളുടെ ജോലികളൊക്കെ തീർന്നല്ലോ. പോവാൻ വരട്ടെ. ചന്ദ്ര ഇങ്ങോട്ട് വരുന്നുണ്ട്. ചന്ദ്ര വരുമ്പോ ഞാനിവിടെ ഉണ്ടാവാതിരിക്കുന്നല്ലേ നല്ലത്. ആ മാല ഏതാണെന്ന് അറിയോ ദേവിക്ക്? ചന്ദ്ര കൊണ്ടുവന്ന് പണയം വെച്ചത്. അത് പ്രേമേച്ചിയുടെ മാലയെന്നല്ലേ പറഞ്ഞേ? പ്രേമേച്ചിയുടെ മാല ചന്ദ്രയുടെ കയ്യിൽ എങ്ങനെ എത്തി? അത് മനസ്സിലായോ? ഇല്ല. ഞാൻ മനസ്സിലാക്കുന്നത് പ്രേമേച്ചിയും ചന്ദ്രയും തമ്മിൽ നല്ല വഴക്കിലാണെന്നാ. അപ്പൊ പിന്നെ എങ്ങനെ മാല ഇവിടെ എത്തുന്നത്? എങ്ങനെയായിരിക്കും? കാശ് കൊടുത്ത് മേടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും. ഇനി ഒരു വഴി കൂടെ ഉണ്ടല്ലോ. ഇനി എന്ത് വഴി? മോഷണം. മോഷ്ടിച്ചൂടെ? പ്രേമിച്ചിയുടെ മാല ആ ചന്ദ്ര മോഷ്ടിച്ചതാ. മാല കാണാതായപ്പോ ചോദിച്ചതാ. അപ്പൊ ഈ മാലയെക്കുറിച്ച് ചന്ദ്രയ്ക്ക് അറിയാനേ പാടില്ല. ഇപ്പോഴല്ലേ സത്യം മുഴുവൻ മനസ്സിലായത്. ചന്ദ്ര ഇങ്ങനെയൊക്കെ ചെയ്യൂ? ഇപ്പൊ മനസ്സിലായല്ലോ ചന്ദ്രയുടെ തനി സ്വഭാവം. ഇങ്ങനെയുള്ള ഒരാളുമായിട്ട് ഒരു ജീവിതകാലം മുഴുവൻ എങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നേ? അതുകൊണ്ടാ ചന്ദ്ര എനിക്ക് പിരിയണമെന്ന് ഞാൻ പറയുന്നത്. കാശിന് വല്ല അത്യാവശ്യം വന്നു കാണും. കാശിന് ആവശ്യമില്ലാത്ത ആരാഴ്ച ഈ ലോകത്തുള്ളത്? അവരൊക്കെ മോഷ്ടിക്കാൻ പോവാണോ പതിവ്? അതും ഇങ്ങനെ സ്വന്തം വീട്ടിൽ നിന്ന്. എന്നിട്ടിപ്പോ എന്ത് ചെയ്യാനാ സിദ്ധുന്റെ പ്ലാൻ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തൊന്നും ചെയ്യണ്ട. ഒരു തെറ്റ് പറ്റി, നമ്മളത് കണ്ടുപിടിച്ചു, അത് അവളെ അറിയിച്ചു. അതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇത് വെറുതെ വിട്ടാലേ ഇനി അവളിത് ആവർത്തിക്കും. ഇതല്ല പലതും. അത് ഞാൻ സമ്മതിക്കത്തില്ല. ഇനി അവൾക്കൊരിക്കലും ഇങ്ങനെ ചെയ്യാൻ തോന്നരുത്. അതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയാം. വേണ്ട സിദ്ധു, ഇത്തവണ ഒന്ന് ക്ഷമിക്കേ. ഒന്നുമില്ലെങ്കിലും പറ, ആരാ അവളെന്റെ ഭാര്യയോ? ഒരു ഭാര്യ ചെയ്യുന്ന കാര്യങ്ങളാണോ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവൾ ഒരു തരത്തിലും ദയ അർഹിക്കുന്നില്ല.